Hi viewers and friends, good morning to you all. നമസ്കാരം. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സസ്നേഹം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിപ്പൂവ്, ഉള്ളിത്തണ്ടെന്ന് പറഞ്ഞതാണ്. ഇത് രണ്ടുപേരും പറയും, ഉള്ളിത്തണ്ടെന്നും പറയും, ഉള്ളിപ്പൂവെന്നും പറയും. അപ്പോൾ ഇപ്പോൾ നല്ല സീസണാണ്. സാധാരണ എല്ലാ കൊല്ലവും ഇത്ര കാണുന്നത്, ഇത്തവണ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് സവാളയുടെ തണ്ടാണ് കഴിച്ചു വരുമ്പോൾ. ഇതാണ് സാധനം. ഇത് അപ്പോൾ അത് നമുക്ക് തോരൻ വെക്കാൻ വളരെ നല്ലതാണ്. തോരനും വെക്കാം, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു കറി സബ്ജിയും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഒരു 8-10 എണ്ണം ഞാൻ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം ഉള്ളിത്തോരനാണെങ്കിലും ഉള്ളിയും ചെറുതായിട്ട് ചിരവും. പിന്നെ ഒരു 10-12 ഉണ്ടമുളകാണ്. അത് മീഡിയം മുളകാണ്, അധികം വലിപ്പമില്ലാത്ത ഉണ്ടമുളകാണ്. അതൊരു 10-12 എണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ ഉള്ളിത്തണ്ടാണ്. ഉള്ളിത്തണ്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു 2.5 കപ്പ് ഉണ്ട്. അത് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് 2 കപ്പ് തേങ്ങ ഇതിനകത്ത് ചേർക്കാണ്ട് തേങ്ങ ചിരക്കിയത്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. തേങ്ങ കുറവാണെങ്കിൽ അതനുസരിച്ച് കുറവ് ചേർത്താൽ മതി. ടേസ്റ്റിൽ ശകലം ചെറിയ വ്യത്യാസമൊക്കെ വന്നെന്ന് വരാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതുണ്ട്. അധികം വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് ചേർക്കാനുള്ള ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇത് കുഴച്ചതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉപ്പിൻ്റെ കാര്യം തീരുമാനിച്ചാൽ മതി. ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴയ്ക്കുക. നമ്മുടെ പാൻ നേരത്തെ തന്നെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്ലെയിം അല്പം കൂട്ടാം. അതിനുശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം. നമുക്ക് കടുകിടാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ഉള്ളിത്തണ്ട് മിക്സർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ചേർക്കുമ്പോൾ ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല. മിക്സ് ചെയ്യാം. നമ്മൾ പാനിലിട്ടിട്ടുണ്ട്. നമ്മളൊരു മീഡിയം ഹീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് സിമ്മറിലിട്ട് കഴിഞ്ഞാൽ മതി. അത് പതുക്കെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ സബ്ജി ഉണ്ടാക്കാം. സവാള തണ്ടിൻ്റെ സബ്ജി. പാൻ ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് മീഡിയം ലാർജാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിത്തണ്ടുണ്ട് ഒരു 1.5 കപ്പ്. പിന്നെ 2 തക്കാളി ഉണ്ട്. പിന്നെ ഒരു 2 മീഡിയം അല്ലെങ്കിൽ 2 സ്മോൾ ഓണിയൻ ഉണ്ട്. നമ്മുടെ സവാളയുണ്ട്. ബാക്കി ഉപ്പുണ്ട്. പിന്നെ ഓയിലുണ്ട്. പിന്നെ നമ്മൾ മസാല ഐറ്റങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓയിൽ ഒഴിക്കാം. സവാള ഇടാം. ഉപ്പ് ചേർക്കാം. നമ്മൾ മൂടി മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം.
നമ്മുടെ സവാള നമുക്കൊരുവിധം ബ്രൗൺ ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് ഗാർലിക് പേസ്റ്റാണ്, 1 ടീസ്പൂൺ. മതി. ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. നമുക്ക് ജിഞ്ചർ പേസ്റ്റ് ചേർക്കാം. അത് ഒരു 1/4 ടീസ്പൂൺ മതി. നമുക്ക് തക്കാളി ചേർക്കാം. 2 തക്കാളി ഉണ്ട്. അപ്പോൾ ഇതിനുള്ള ഉപ്പും നമുക്ക് ചേർക്കാം. തക്കാളി മെൽറ്റ് ആവാനുള്ള ഉപ്പും കൂടെ ചേർക്കാം. മൂടി വെക്കാം. അതിന് മെൽറ്റ് ആവശ്യമുള്ളൂ. തക്കാളി ഏകദേശം മെൽറ്റായി തുടങ്ങിയെന്ന് തോന്നുന്നു. നമുക്ക് അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി വേണം. കാശ്മീരി ചില്ലി പൗഡർ വേണം. ഇതൊരു 1.5 ടീസ്പൂൺ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. അധികമൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി. ഇനി നമുക്ക് ചേർക്കേണ്ടത് കസൂരി മെത്തിയാണ്. ഗരം മസാല നമുക്ക് അവസാനം ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ള ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് അടിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകം ഉപ്പ് ചേർത്തിട്ടില്ല. അവസാനം ഉപ്പ് ചേർക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയിൽ കിടന്നിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഉള്ളിത്തണ്ട് ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. മസാലയിൽ കിടന്നൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. സബ്ജി എങ്ങനെയുണ്ട്, കറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മൂടി എടുത്ത് വെച്ച് നോക്കാം. അപ്പോൾ മസാലയിൽ കിടന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിനൽപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളമൊന്നും ആവശ്യമില്ല, കുറച്ച് വെള്ളം മതി. ഇനി നമുക്ക് അല്പം ഉപ്പ് നോക്കണം. ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. ഒഴിക്കാം. ഇത് ലോ ഫ്ലെയിമിൽ
ഇട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിക്കാം. ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ എന്തായാലും നമ്മളൊന്ന് നോക്കണ്ടേ. ചെറുതീയിലാണ്. തോരനായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുത്ത് നമുക്കൊന്ന് ഇളക്കാം. ഇനി വെള്ളം ഒന്ന് വറ്റിക്കാം. നമ്മുടെ തോരനകത്തുനിന്ന് ഒരുവിധം വെള്ളം വറ്റിയിട്ടുണ്ട്. നമ്മൾ കൂട്ടി വെച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കറി ഇത് വേവുന്നതേ ഉള്ളൂ. ഇത് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സബ്ജി വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് അല്പം ഗരം മസാല ചേർക്കാം. ഗരം മസാല, സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഒന്ന് ബൗളിലേക്ക് മാറ്റി പ്ലേറ്റിങ് നടത്താൻ വേണ്ടി ഒന്ന് ബൗളിലേക്ക് മാറ്റാം. ഹായ് വ്യൂവേഴ്സ്, നമ്മുടെ 2 ഐറ്റം ഇപ്പോൾ പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഒന്ന് തോരനാണ്, ഉള്ളിത്തണ്ട് തോരൻ. മറ്റേ ഉള്ളിത്തണ്ട് പൊട്ടറ്റോ, നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ്, സബ്ജിയാണ്. അത് രണ്ടും പ്രിപ്പയർ ആയി കഴിഞ്ഞു. അതിൽ ഒരെണ്ണം നമ്മൾ ചോറിന് ഉപയോഗിക്കാവുന്നതാണ്. പ്യുവർ ചോറിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. മറ്റേ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറിന് ഉപയോഗിക്കാം, ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, പൂരിക്ക് ഉപയോഗിക്കാം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറി ഉപയോഗിക്കുന്നിടത്ത് എല്ലായിടത്തും നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ ഈ ഉള്ളിത്തണ്ട് കിട്ടുന്ന നല്ല സമയമാണ്. തോരൻ വെക്കുക, അതുപോലെ തന്നെ കറി വെക്കുക. ഈ ഉരുളക്കിഴങ്ങ് കൂടാതെ നമ്മൾ എന്ത് കോളിഫ്ലവറോ എന്ത് വേണമെങ്കിലും ചേർത്ത് ഇത് വെക്കാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഉള്ളിത്തണ്ടിൻ്റെ കൂടെ ഏതും ജോയിൻ്റ് ആകും. അപ്പോൾ മൂത്ത് പോയ തണ്ട് ഒന്ന് തിരഞ്ഞെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് വേണം സബ്ജി ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യിപ്പിക്കണം. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇവിടെ പറയുകയാണ്. ജിയോ കിച്ചൻ ടൂർ വൈബ്സിൽ സൈഡിൽ നിന്നും ജോർജ്. നമസ്കാരം. ഗുഡ് ബൈ.